കോഴിക്കോട് ചാത്തമംഗലം NIT-യിൽ വിദ്യാർത്ഥി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവമാണ്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. മുംബൈ സ്വദേശി ലോകേശ്വർനാഥാണ് മരിച്ചത്. മൂന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ലോകേശ്വർനാഥ്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. സങ്കടകരമായ കാര്യമാണല്ലോ. ഇവിടെ ഈ NIT-യിൽ ഇങ്ങനെയുള്ള ആത്മഹത്യ ആദ്യ സംഭവമല്ലല്ലോ. സ്കാൻ, ഗുഡ് മോർണിംഗ്. ദുഃഖകരമായ വാർത്ത തന്നെയാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവം NIT-യിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ മുംബൈ സ്വദേശിയാണ് ഈ മരിച്ച കുട്ടി. 20 വയസ്സുണ്ട്. ലോകേശ്വർനാഥാണ്. മൂന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. ഈ കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ 6ാം നിലയിൽ നിന്നും താഴോട്ട് ചാടുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്നത് ഈ രക്ഷിതാക്കൾക്ക്, മുംബൈയിലുള്ള രക്ഷിതാക്കൾക്ക് മെസ്സേജ് അയച്ചു. അതിനുശേഷം രക്ഷിതാക്കൾ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഈ കോളേജ് അധികൃതർ വന്നു നോക്കുമ്പോഴേക്കും കുട്ടി താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. എന്താണ് കാരണം, അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. എന്തുതന്നെയാലും കുന്നമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ NIT-യിലേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. SKN. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന തോന്നലാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. കുട്ടികളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ രക്ഷകർത്താക്കളും മാതാപിതാക്കളും മാനേജ്മെൻറ്റും ഒക്കെ തന്നെ പുതിയ രീതികൾ അവലംബിക്കേണ്ട കാലമായി എന്നും എനിക്ക് തോന്നുന്നു. അവരുടെ പലപ്പോഴും ഈ അന്തർമുഖത കാണിക്കുന്ന കുട്ടികൾ അവരുടെ ടെൻഷൻ്റെ കാരണം എന്താണെന്ന് മാതാപിതാക്കളോടും കൂട്ടുകാരോടും ഈവൻ അധ്യാപകരോട് പോലും തുറന്നു പറയാറില്ല. ഈ സംഘർഷം മനസ്സിൽ കൊണ്ടു നടന്ന് അവസാനം ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാം എന്നൊക്കെ തീരുമാനിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിനൊരു കൗൺസിലിംഗ് ഒക്കെ നടത്താനുള്ള സംവിധാനം കോളേജുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഉണ്ടാകട്ടെ.